ഹലോ എല്ലാവർക്കും. ഇന്ന് രാവിലെ എണീറ്റ് വീട്ടിൽ കുറച്ച് ഗസ്റ്റുകളുണ്ട്, അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റു. നേരെ ഇത് അടുക്കളയിലോട്ട് പോയി. അപ്പം ഫുഡ് ഉണ്ടാക്കണം. അപ്പം ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇന്നലെ തന്നെ മാഗ്നേറ്റൊക്കെ ചെയ്ത് വെച്ചതുകൊണ്ട് ഒന്ന് അടുപ്പിലാക്കിയാൽ മതിയായിരുന്നു, അത് വെന്ത് കിട്ടിയാൽ മതി. ആ കൂട്ടത്തിൽ തന്നെ ദോശയ്ക്ക് വേണ്ടിയിട്ട് അരി ഉഴുന്നൊക്കെ ഒന്ന് അരയ്ക്കാനിട്ടു. ഇത് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ്. അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ചു. പിന്നെ ഇത് റൈസിന് നമ്മൾ വറുത്തിടുന്ന സവാളയാണ്. അതൊക്കെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചു, അപ്പം നമുക്ക് പണി എളുപ്പമായിരിക്കുമല്ലോ. പിന്നെ റൈസ് ഞാൻ നേരത്തെ തന്നെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് സാലഡിന് വേണ്ടിയിട്ടുള്ള ഉള്ളി അതും റെഡിയാക്കിയൊക്കെ വെച്ചു. ആ സമയത്ത് അത് അമ്മ എണീറ്റിട്ട് വീടൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. ആ സമയം ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പം എല്ലാം നമ്മൾ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, റൈസും വേവിച്ച് വെച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പെട്ടെന്ന് വലുതും മിക്സ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് ചെയ്തു. എല്ലാം ഒന്ന് വറുത്തൊക്കെ ഇട്ടു. റൈസ് പെട്ടെന്ന് തന്നെ റെഡിയായി. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് അരി ഉഴുന്നൊക്കെ അരഞ്ഞു, അതൊന്ന് കോരിയൊക്കെ വെച്ചു. ആ പണി ആ കൂട്ടത്തങ്ങ് നടന്നു. പിന്നെ സാലഡിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള സാലഡ് ഉണ്ടല്ലോ, അപ്പോൾ അതാ പ്ലാൻ ചെയ്തപ്പോൾ അത് റെഡിയായി. ചിക്കൻ കറിയും റെഡിയായി. ഇപ്പോൾ ഓൾമോസ്റ്റ് പണികളെല്ലാം കഴിഞ്ഞു. പിന്നെ പപ്പടമാണെങ്കിൽ നമ്മൾ ഈ കുഞ്ഞു മുറിച്ചിട്ടിട്ട് ഈ മുളക് പൊടിയും കറിവേപ്പിലും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടെടുക്കില്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പപ്പടം ആകുമ്പോൾ പെട്ടെന്ന് റെഡി ആവുമല്ലോ. അപ്പോൾ പപ്പടവും പെട്ടെന്ന് തന്നെ റെഡിയായി. പപ്പടം റെഡിയായി. എല്ലാം മുളക് പൊടിയും കറിവേപ്പിലൊക്കെ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ആ സമയത്ത് നമ്മുടെ ഗസ്റ്റുകൾ കാണാൻ വരുന്ന ആൾ എണീറ്റു. ഇതാണ് കാത്തു. അപ്പോൾ കാത്തുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അങ്കമാലിന്നത്, കാത്തുവിൻ്റെ റിലേറ്റീവ്സ് വരുന്നത് കേട്ടോ. കാത്തുവിൻ്റെ അച്ഛൻ്റെ അമ്മയും ബ്രദറും വൈഫും പിള്ളേരും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ റൂമിൽ ആമി കിടക്കുകയാണ്. അപ്പോൾ ആമി വിളിക്കാൻ വേണ്ടിയിട്ടാണ് ആളിവിടെ കിടന്ന് കറങ്ങുന്നത്. പിന്നെ കുറച്ച് നേരം ഞാൻ കാത്തുമായിട്ട് കുറച്ചധികം നേരം കളിച്ചു. അപ്പോൾ ആളിത്തിരി വികൃതിയാണ്. അപ്പോൾ അവളവിടെ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ആമി എണീറ്റു. ആമി കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കും ആമിക്കും കൂടി ഒന്ന് പുറത്ത് പോകണം, വേറെ ഒരിടത്തും അല്ല, മില്ലിൽ പോകണം. മില്ലിൽ പോകണം. മുളകും അരി ഒക്കെ പൊടിക്കുന്നില്ലേ, അപ്പോൾ മുളകും മല്ലിയും പൊടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നു. അപ്പോൾ ആ സമയം തിരിച്ചു വന്നപ്പോൾ ഇത് കാത്തുവിൻ്റെ അമ്മ അവൾ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണുകയാണ്. അപ്പോൾ അച്ഛൻ ലൈം ഉണ്ടാക്കുകയാണ് വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ അങ്കമാലിയിൽ നിന്ന് ഗസ്റ്റുകളെത്തി. ഇപ്പോൾ ഇതാണ് ഗസ്റ്റുകൾ വരുന്നത്. ഇത് കാത്തുവിൻ്റെ അമ്മൂമ്മ, കാത്തുവിൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. അപ്പം ആൻറ്റി കുറച്ച് നേരം അവളെ എടുത്തു. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, ആരെങ്കിലും പോയില്ല. പിന്നെ അവളങ്ങ് സെറ്റായി കേട്ടോ. ആൾ സെറ്റായി. ആൻറ്റിയുടെ കയ്യിൽ പോയി കുറേ നേരം ആൻറ്റീനെ സംസാരിച്ചിട്ടുണ്ട്. ഇത് ബ്രദറിൻ്റെ 2 മക്കളാണ്. അപ്പോൾ അവരുമായിട്ട് പിള്ളേർ പെട്ടെന്ന് സെറ്റാവുമല്ലോ. പിള്ളേരും പെട്ടെന്ന് സെറ്റാവുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവരും ആദ്യം കുറച്ച് കരഞ്ഞെങ്കിലും പിന്നെ അവരുടെ അടുത്തൊക്കെ അവൾ പോയി. അപ്പോൾ അമ്മയെ അടുത്തിരിപ്പുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ആമിയും ഉണ്ട്. ആമി ഒരു രക്ഷയില്ല കേട്ടോ ആൾക്കാരെ കണ്ടപ്പോൾ. പിന്നെ അച്ഛൻ നമ്മൾ കഴിക്കുന്ന സമയത്ത് വെജിറ്റബിളൊക്കെ കൊടുക്കുമല്ലോ, അതേപോലെ കുക്കുംബറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. റൈസായി, വെജിറ്റബിൾസൊക്കെ ആയി, സാലഡായി, ചിക്കൻ ഫ്രൈ ആയി, പിന്നെ പപ്പടം, ചിക്കൻ കറി, പഴം, മുട്ട, അച്ചാർ ഒക്കെ റെഡിയായി. പിന്നെ കഴിക്കാനുള്ള സമയമായി. പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അവർ ഫുഡൊക്കെ കഴിച്ച് ആ കൂട്ടത്തിൽ ആമിയും കയറി ഇരിപ്പോട്ട്. അപ്പോൾ ഇവരൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. ആമിക്ക് ഒരു രക്ഷയില്ല, ആൾ ഭയങ്കര ഒരു ഇളക്കമായിരുന്നു. പിന്നെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആമി ഭയങ്കര കളിയാണ്. അപ്പോൾ അമ്മ ആ കൂട്ടത്തിൽ നിന്ന് വർത്താനം പറയുകയാണ്. അവൾ അവിടെ ആയിരുന്നപ്പോൾ അവൾ അങ്ങനെയായിരുന്നു, കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ കാത്തുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുവാണ്. പിന്നെ വൈകിട്ടായി, ചായയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പം കാത്തു എണീറ്റ് വന്ന് നിൽക്കുവാണ്. അപ്പം അമ്മ ഭയങ്കര സംസാരമാണ്. അവൾ നടക്കുന്നത് ഓടുന്നതൊക്കെ അവരുടെ അടുത്ത് തന്നെ പറയുവാണ്. അവൾ അങ്ങനെയാണ്, ഇങ്ങനെ വിളിച്ചാൽ വരില്ല, അങ്ങനെ ഓടുകയാണ്, ഇവിടെ കിടന്നൊക്കെ ഓടും, കളിക്കും, അതെല്ലാം. അപ്പം അവളെ പറ്റിയുള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴത്തേനും സമയമായി. അവർക്ക് ട്രെയിനിലാണ് കേട്ടോ വന്നത്. 7 മണിക്കാണ് അടുത്ത ട്രെയിന്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. വണ്ടി വന്നു. അങ്ങനെ അവർ പോയി.